നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി എന്ത്? ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. കേന്ദ്ര മന്ത്രിസഭായോഗം ഉടൻ. സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷം. പങ്കില്ലെന്ന് സ്ഥിരം പല്ലവി ആവർത്തിച്ച് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. പിന്നിൽ ആസിഫ് ഷെയ്ഖ്. ആക്രമണത്തിൽ പങ്കെടുത്തവരുടെ ചിത്രങ്ങൾ പുറത്ത്. രാജ്യത്തിന്റെ നോവായി ഹിമാൻഷി നർവാൾ. നിറമിഴികളോടെ വിനയ് നർവാളിന് ആദരാഞ്ജലി നൽകി. സംസ്കാരം ജന്മനാടായ ഹരിയാന കർണാലിൽ. കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കും. സൈന്യം തിരിച്ചടിച്ചു തുടങ്ങി. ബരാമുള്ളയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 4 ഭീകരരെ വധിച്ചു. ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാക് പ്രകോപനം. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം. ബൈസരൺ സന്ദർശിച്ച അമിത് ഷാ. കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് ഷാ. ശക്തമായ മറുപടി നൽകിയെന്ന വാർത്ത ഉടൻ കേൾക്കാമെന്ന് പ്രതിരോധ മന്ത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിച്ചു. പൊതുദർശനം തുടങ്ങി. അന്ത്യകർമ്മങ്ങൾ ശനിയാഴ്ച ഉച്ചയ്ക്ക്. സംസ്കാരം ശനിയാഴ്ച. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി പിടിയിൽ. അറസ്റ്റിലായത് അസം സ്വദേശി അമിത് ഒറാങ്. ഇയാൾ ദമ്പതികളുടെ വീട്ടിലെ മുൻ ജോലിക്കാരൻ. മകന്റെ കൊലപാതകവുമായി ബന്ധമില്ലെന്ന് പോലീസ്. പ്രതിയുമായി സിസിടിവിയുടെ DVR കണ്ടെത്തി. ശാരദാ മുരളീധരന്റെ പിൻഗാമിയെ ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. കാലാവധി 2026 ജൂൺ വരെ. IPL-ൽ ഇന്ന് മുംബൈ ഹൈദരാബാദ് പോരാട്ടം. പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ ഇരു ടീമുകൾക്കും. മികച്ച പോരാട്ടം കാണാൻ ആരാധകർ. മത്സരം 7:30-ക്ക് ഹൈദരാബാദിൽ. തിരിച്ചടിക്കാൻ ഇന്ത്യ. बिहारियां पे झुल दे यार, तुम मौत की कसम गिर गई है। बैठो, हम इंडियन आर्मी हैं, बैठो। ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ കടുത്ത നടപടിക്കൊരുങ്ങി ഇന്ത്യ. നിരപരാധികളായ 26 കുടുംബങ്ങളുടെ അത്താണികളായ പുരുഷ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതയോട് കടുത്ത നടപടികളിലൂടെ മറുപടി നൽകാനാണ് ഇന്ത്യയുടെ നീക്കമെന്നാണ് വിവരം. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ബന്ധം വിച്ഛേദിക്കാനാണ് ആലോചന. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കണമെന്ന പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷം സൈന്യത്തിന് നിർദ്ദേശം നൽകി. അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബുവാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. കിരൺ, ഏത് സമയത്തും ഒരു തിരിച്ചടിക്ക് ഒരുങ്ങണം, എന്ത് കാര്യത്തിനും സജ്ജമായിരിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. ഇനിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിൽ എന്ന് ആസൂത്രണം ചെയ്യാൻ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ?
അശ്വതി, ഏറ്റവും നിർണായകമായ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ യോഗം അല്പസമയത്തിനുള്ളിൽ ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ യോഗമുണ്ടാവും. ഈ യോഗത്തിലാവും ഔദ്യോഗികമായ തീരുമാനമെടുക്കുക. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി നേരത്തെ തന്നെ 3 സേനാ മേധാവികളുമായും ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം വ്യക്തമായ ഒരു സന്ദേശം ലോകത്തിന് മുന്നിൽ വെച്ചത്. ദൃഢമായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ വാർത്ത ഉടൻ തന്നെ കേൾക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംഭവത്തിന് മുന്നിൽ പ്രവർത്തിച്ചവരെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും എല്ലാം പുറത്തു കൊണ്ടുവരും ഇന്ത്യ എന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ നിലപാട് എന്നത് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു, തീരുമാനം വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു പ്രതിരോധ മന്ത്രിയുടേത്. പ്രതിരോധ മന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്തു. യോഗം ഇപ്പോൾ തുടങ്ങി എന്നുള്ള വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും യോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായ തീരുമാനമുണ്ടാകും. സാധാരണ ഇങ്ങനെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിലെ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ പ്രതിരോധ മന്ത്രിയാണ് സൈന്യത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള വിഷയത്തിൽ ഈ യോഗത്തിൽ അഭിപ്രായം പറയേണ്ടത്. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം 3 സേനയുടെയും മേധാവിമാരുമായി ചർച്ച നടത്തിയത്. ഏതായാലും അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ ഔദ്യോഗികമായി പുറത്തു പറയാറില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ആ പ്ലാൻ എന്തായാലും ഈ യോഗത്തിൽ അവതരിപ്പിക്കും. അതിനൊരു രാഷ്ട്രീയമായ അംഗീകാരം കിട്ടുക എന്നുള്ളത് ഈ യോഗത്തിൽ വെച്ചാവും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദേശ കാര്യങ്ങൾ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിൽ പ്രതികരിക്കും, അത്തരം വിഷയങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സൈന്യത്തിന് ഏതെല്ലാം കാര്യത്തിലുള്ള സാധ്യതകളാണുള്ളത്, ഏതെല്ലാം വെല്ലുവിളികളാണുള്ളത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു തീരുമാനം നടപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ സൈന്യത്തിന് എത്രത്തോളം കഴിയും, അല്ലെങ്കിൽ ഏതെല്ലാം ചെയ്യാൻ സന്നദ്ധമാണ്, അല്ലെങ്കിൽ എത്ര കൂടുതൽ സമയം വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധ മന്ത്രിയും അവതരിപ്പിക്കും. രാജ്യത്തിനുള്ളിൽ ബന്ധപ്പെടുന്ന ആഭ്യന്തര വിഷയങ്ങളിൽ ആഭ്യന്തരമന്ത്രിയുടെ അഭിപ്രായം ഉണ്ടാവും. അതിനുശേഷമാവും ഒരു സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാവുക. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാവും നിശ്ചിത കാലയളവിൽ അവർ നിശ്ചയിക്കുന്ന കാലയളവിനുള്ളിൽ തന്നെ ഇന്ത്യ അതിന് മറുപടി നൽകുന്ന ഒരു നടപടിയിലേക്ക് പോകുക. ഇപ്പോൾ സേനയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ഭീകരർ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഭീകരരെ പിടികൂടുക എന്നുള്ളതാണ്. അവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ട്. ഇനി ഭീകരരെ ജീവനോടെ പിടികൂടുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. ഭീകരരെ ഒരു ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ജീവനോടെ പിടികൂടിയാൽ മാത്രമേ സേനയെ സംബന്ധിച്ച്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഭീകരരെ കൊലപ്പെടുത്തി എന്നത് കേൾക്കുന്നതിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് സേനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജീവനോടെ പിടികൂടുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഇവർ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കടന്നത്, ഇവർ എവിടെയാണ് പരിശീലനം നേടിയത്, ഏത് സംഘടനയാണ് ഇവർക്ക് പിന്നിലുള്ളത്, ഏതെല്ലാം സഹായം ഇന്ത്യയിൽ നിന്ന് എവിടെയൊക്കെ ലഭിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായും ഇവരെ ജീവനോടെ പിടികൂടണം. അത്തരമൊരു വലിയ വെല്ലുവിളിക്ക് മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യൻ സേന നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രദേശം പൂർണ്ണമായും പുറത്തേക്കുള്ള വഴി പൂർണ്ണമായും അടച്ചിട്ട് ഈ തിരച്ചിൽ, പല രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരച്ചിലിനൊടുവിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാരണവശാലും ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞാത്ത ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് ഇവരെ കൊലപ്പെടുത്തുക എന്നുള്ള നീക്കത്തിലേക്ക് സൈന്യം സാധാരണ പോവുക. ഈ ഭീകരർ സ്വാഭാവികമായും ചെയ്യുക, അല്ലെങ്കിൽ അവർ ജീവനോടെ പിടികൂടുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവർ മരിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സൈന്യത്തിന് വെടിയേറ്റാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലേക്കുള്ള നീക്കങ്ങളിലേക്കൊക്കെ അവർ നീങ്ങാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. ഇതൊക്കെ വെല്ലുവിളികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ സമാനമായ രീതിയിലേക്ക് മറ്റ് ചില സ്ഥലങ്ങളിൽ കൂടി ഭീകരാക്രമണത്തിന് ഈ ലഷ്കർ എ തയ്യബ തന്നെയാണ് ഇതിന് പിന്നിലെങ്കിൽ അവർ സ്വാഭാവികമായും അത്തരം ചില നീക്കങ്ങൾ കൂടി നടത്തിയിട്ടുണ്ടാവും. ഇതിനു മുന്നോടിയായി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ ഉറി മേഖലയിൽ ഉണ്ടായ ഒരു ആക്രമണത്തിൽ 4 ഭീകരരെ കൊലപ്പെടുത്താൻ സൈന്യത്തിന് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ അതിർത്തിയിലെ പല പ്രദേശങ്ങളിലും ഇന്നലെ പരസ്പരം വെടിവെപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് ഇതിന് തുടർ ആക്രമണങ്ങൾ ഈ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് സൈന്യത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു പ്രദേശത്ത് ആക്രമണം നടത്തുക എന്നുള്ള ഭീകരരുടെ ഒരു സ്ഥിരം രീതി, അതിനെ തകർക്കാൻ എന്തായാലും ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതൊക്കെ അത് വളരെ നിർണായകമാണ് കിരൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നലെ ഈ സമയത്താണ് നമ്മൾ 5 പേർ മരിച്ചു എന്ന ആ പ്രധാനപ്പെട്ട വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഉച്ചയോടെ അവിടെ ഭീകരാക്രമണം ഉണ്ടായിരുന്നുവെങ്കിലും അത് കൃത്യമായി സ്ഥിരീകരിച്ച ശേഷമാണ് അത് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചത്. ഈ സൈനിക നടപടി തന്നെയാണ് ഏറ്റവും പ്രധാനം. സൈന്യം ഇനി ഏത് രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നത് അടക്കം ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. എന്ത് കാര്യത്തിനും ഏത് രീതിയിലുള്ള ആക്രമണത്തിനും സജ്ജമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സേനയുള്ളത്. ഒപ്പം ഈ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുക, അതിനൊരുങ്ങുകയാണ് ഇന്ത്യ എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഏത് നിമിഷവും പോരാട്ടത്തിന് തയ്യാറായിരിക്കാൻ സൈന്യത്തോട് പറയുന്നു എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങൾ അതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല ഈ സമയത്ത്.
അശ്വതി, രാജ്നാഥ് സിംഗിന്റെ പരസ്യ പ്രതികരണത്തിന് മറുഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ മേധാവിമാരുടെ യോഗം പാകിസ്ഥാനിൽ നടക്കുകയാണ്. രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യ ദൃഢമായ മറുപടി നൽകും, ആ വാർത്ത ഉടൻ തന്നെ കേൾക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ തുടർച്ചയാവണം പാകിസ്ഥാനിലും പ്രധാനപ്പെട്ട 3 സേനാ മേധാവികളുമായും അവിടെ മേധാവികളുടെ യോഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഏത് തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം അവരും പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തിരിച്ചടി അവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഈ യോഗത്തിൽ നേരത്തെ അശ്വതി ചോദിച്ച ഒരു ചോദ്യത്തിൽ കടന്നു വന്നാൽ സൈനികമായി ഇന്ത്യക്ക് അങ്ങനെ ഒരു തിരിച്ചടി നൽകാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് ആ തരത്തിലേക്കൊക്കെ നീങ്ങാൻ കഴിയും. പക്ഷേ അത്തരം ഒരു നീക്കത്തിലേക്ക് പോകും മുമ്പ് ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ഇടപെടലുകൾ ഒക്കെ നടത്തേണ്ടതുണ്ട്. ഇന്ത്യ അങ്ങനെ പാകിസ്ഥാനെ പോലെ എന്ത് തീരുമാനമെടുത്ത് നാളെ അടിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നകാരിയായ ഒരു രാജ്യമല്ല. ലോക സമാധാനം ആഗ്രഹിക്കുകയും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം ചില നയതന്ത്ര നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയണം പാകിസ്ഥാൻ കശ്മീരിന് മേൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും ഭീകര സംഘടനകൾക്ക് താവളമാകുന്നുവെന്നും പാകിസ്ഥാൻ സൈന്യയുടെ സഹായം ഈ ഭീകര സംഘടനകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാകെ ഭീകരതയോട് സീറോ ടോളറൻസ് എന്നുള്ള മുദ്രാവാക്യത്തിൽ നടന്ന ഭീകരാക്രമണത്തിലൊക്കെ ഇന്ത്യയുടെ പങ്കും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ആ തരത്തിൽ എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം തുടങ്ങി എന്നതാണ് ഏറ്റവും ഗുൽഗാമിൽ സൈന്യവും ഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വാർത്തകൾ കൂടി ഏറ്റവും അവസാനം വരുന്നുണ്ട്. അശ്വതി, ഇന്ത്യൻ സേന ഇവിടുത്തെ ഭീകരാക്രമണത്തിന് പിന്നാലെ മറ്റ് പല സ്ഥലങ്ങളിൽ കൂടി ആക്രമണം നടത്താൻ എന്തായാലും ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ മുൻകൂട്ടി കരുതിയിരുന്നു എന്ന് വേണം. അത് തകർക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഫലം കൂടിയാവണം ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന്റെ വാർത്ത ഏറ്റവും അവസാനം കൂടി വരുന്നു. ഇന്നലെ രാത്രിയാണ് 4 ഭീകരരെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്ന വാർത്ത ഏറ്റവും പുതിയ വാർത്തയായി വരുന്നതാണ്. ഈ അല്പസമയം മുമ്പാണ് ഏറ്റുമുട്ടൽ എന്നാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. പക്ഷേ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. സാധാരണ ഇത്തരം ഏറ്റുമുട്ടലുകളൊക്കെ ചിലപ്പോൾ സൈന്യം പുറത്തുവിടുന്ന സമയത്തിലൊക്കെ വ്യത്യാസം കാണും. സാധാരണഗതിയിൽ ഇത്തരം ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ മറ്റ് പല സ്ഥലങ്ങളിലും അതിന് തൊട്ടു പിന്നാലെ ആക്രമണം നടത്തുന്ന രീതി ഇത്തരം ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾക്കുണ്ട്. അത് തടയാൻ വേണ്ടിയുള്ള അതിശക്തമായ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് 4 ഭീകരരെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലെ ഏറ്റുമുട്ടൽ മാത്രമാണ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി മറ്റെവിടെയെങ്കിലും എന്തായാലും ഇന്ത്യൻ സൈന്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടായിട്ടുമില്ല. അതാണ് കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പഴുതടച്ചുള്ള സുരക്ഷ അത് തന്നെയാണ് സൈന്യം ഇപ്പോൾ അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റുമുട്ടൽ അവിടെ പുതിയ ഏറ്റുമുട്ടലിന്റെ വിവരങ്ങൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. കിരൺ, അത്രത്തോളം വേദനയുണ്ടാക്കിയ ആ സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ആ ഭീകരാക്രമണം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. പലരുടെയും മൃതദേഹങ്ങൾ അവരുടെ ജന്മനാട്ടിലേക്കൊക്കെ എത്തുന്നതിന്റെ കാഴ്ചകൾ നമ്മളെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായിരുന്നു അവർ എന്നുള്ളതാണ്. അവധി ആഘോഷിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയതാണ്. ശാന്തമായിരുന്ന കശ്മീരിനെ ചോരക്കളമാക്കി മാറ്റിയ ഭീകരരെ അവർക്കുള്ള മറുപടി എന്നറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടത് വളരെ കുറച്ച് സമയം മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം 7 മണിക്ക് ഉണ്ട്. മാധ്യമങ്ങളെ കാണും. അതിനുശേഷം ഈ യോഗ തീരുമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാജ്യത്തെങ്ങും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യം. ആശങ്ക വേണ്ട എന്ന് നമ്മുടെ സൈനികർ പറയുന്നു. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇത് എന്നും അവർ പറയുകയാണ്. എന്തായാലും കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ വാർത്തകൾ എത്തിച്ചു കഴിഞ്ഞു. ആസിഫ് ഷെയ്ഖ് എന്നയാളാണ് ഇതിന് പിന്നിലെന്നും അവരുടെ ചിത്രങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? അശ്വതി, അതുമായി ബന്ധപ്പെട്ട നിലവിൽ ലഭ്യമായ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്കടക്കം എല്ലാ മാധ്യമങ്ങൾക്കും ലഭ്യമായിട്ടുള്ളത്. ഈ ഭീകര സംഘടന ആര് എന്നുള്ളത് കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ഭീകരരുടെ ചിലരുടെ ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ 7 പേര് ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. സൈന്യം ഇത്തരം ചില ഘട്ടത്തിലൊക്കെ കൃത്യമായ വിവരങ്ങൾ പലപ്പോഴും പുറത്തുവിടാറില്ല. അത് രാജ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഇവരെല്ലാം പിടികൂടണം എന്നുള്ളത് സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്.
പ്രകാരമാണ് 4 പേരാണ് ആളുകൾക്ക് നേരെ നിറയൊഴിച്ചത്. ബാക്കി ഉണ്ടായിരുന്ന 2 പേരെ കൂടി കണ്ടുവെന്ന് അവിടുത്തെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പക്ഷേ ആളുകളൊക്കെ ഇങ്ങനെ ഒരു സമയത്ത് നിറയൊഴിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ ആളുകൾ ഈ സമയത്ത് വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. ആ സമയത്ത് പറയുന്ന എണ്ണത്തിലൊക്കെ ചിലപ്പോൾ 1-2 എണ്ണത്തിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാകാൻ വഴിയുണ്ട്. ഇനി ഇവർക്ക് ഈ ആക്രമണം നടത്തുന്ന സമയത്ത് ഇവർക്കൊപ്പം മറ്റേ ആരെങ്കിലും അവർക്ക് പിന്നിൽ ഉണ്ടായിരുന്നോ, അവരുടെ മറ്റു ഭീകർ ഉണ്ടായിരുന്നോ എന്നുള്ള വിഷയമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ സൈന്യത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്ന ശേഷമേ പറയാൻ കഴിയൂ. നിലവിലെ അറിവനുസരിച്ച് 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 7 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഭീകരാക്രമണത്തിൽ മരിച്ച നേവി ഉദ്യോഗസ്ഥന്റെ വിനയ് നർവലിന്റെ ഭൗതികദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലാവരുടെയും നെഞ്ചുലച്ച ഒരു കാഴ്ചയായിരുന്നു ഹിമാൻഷി നർവാളിൻ്റേത്. വിനയുടെയും ഹിമാൻഷിയുടെയും വിവാഹം കഴിഞ്ഞ 6-ാം ദിവസമാണ്. മധുവിധുവിനിടെയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാവുകയും വിനയ് മരിക്കുകയും ചെയ്തത്. വിനയുടെ മൃതശരീരത്തിനടുത്തിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രങ്ങൾ എല്ലാവരുടെയും മനസ്സ് പിടിച്ചുലച്ച ഒരു ചിത്രമായിരുന്നു. അത്രത്തോളം താങ്ങാനാകാത്ത ദുഃഖം ആ കുടുംബത്തിനൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. ഇപ്പോൾ ഹരിയാനയിലെ കർണാലിൽ വിനയ് നർവലിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ആ നാടൊന്നാകെ. കൊച്ചി നേവൽ ബേസിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. വിവാഹത്തിന് ശേഷം മധുവിധുവിനായി 2 പേരും കശ്മീരിലേക്ക് എത്തുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 6 നാൾ മാത്രമാണ് ആയത്. Pakistan!
ഇന്ത്യയുടെ കണ്ണീർ മുഖമാണ് ഹിമാൻഷി നർവാൾ എന്ന പെൺകുട്ടി. ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ ഹിമാൻഷി ഇന്ന് ശ്രീനഗറിൽ നിന്ന് മടങ്ങിയത് ചേതനയറ്റ ഭർത്താവിന്റെ മൃതദേഹത്തോടൊപ്പമാണ്. ഏറ്റവും സന്തോഷത്തോടെ മധുവിധു ആഘോഷിക്കാനെത്തി രാജ്യത്തിന്റെ മുഴുവൻ കണ്ണീരായി മടങ്ങുകയാണ് ഹിമാൻഷി. തിരികെ മടങ്ങുമ്പോൾ പക്ഷെ വിനയില്ല. അവളുടെ കൺമുന്നിലിട്ടാണ് ഭീകരർ അതിക്രൂരമായി ആ 26-കാരനെ കൊന്നത്. പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട വേദനയിൽ നിസ്സംഗതയോടെ ഹിമാൻഷി മൃതദേഹത്തിനരികിലിരുന്നു. കണ്ണീരിനേക്കാൾ വാക്കുകളേക്കാൾ വേദനയുള്ള മൗനം. കഴിഞ്ഞ 16-നാണ് വിനയ് നർവാളും ഹിമാൻഷിയും വിവാഹിതരായത്. നേവിയിൽ ലഫ്റ്റനന്റ് കേണലാണ് ഹരിയാനയിലെ കർണാൽ സ്വദേശിയായ വിനയ്. 2 വർഷം മുൻപ് സേനയിൽ ചേർന്ന വിനയ് കൊച്ചി നേവൽ ബേസിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഏപ്രിൽ 19-നായിരുന്നു ഇവരുടെ വിവാഹ സൽക്കാരം. 21-ന് കശ്മീരിലെത്തിയ അവർ പിറ്റേന്ന് പഹൽഗാമിലെത്തിയപ്പോഴാണ് ദുരന്തം. ആക്രമണം നടന്ന് ഏറ്റവും ആദ്യം പുറത്തു വന്നതും ഹിമാൻഷിയുടെ ദൃശ്യങ്ങളായിരുന്നു. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് കണ്ണീരോടെ ഹിമാൻഷി അവിടെ സംഭവിച്ചത് പറഞ്ഞു. ഒരു തോക്കുധാരി ഭർത്താവിനോട് നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടയാളാണെന്ന് ചോദിച്ച ശേഷം വെടിവെക്കുകയായിരുന്നുവെന്ന് ഹിമാൻഷി പറയുന്നു. ജീവൻ രക്ഷിക്കാനായില്ലെന്ന തിരിച്ചറിവിൽ നിസ്സഹായയായി വിനയുടെ മൃതദേഹത്തിനരികിലിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രമാണ് പഹൽഗാമിലെ കൊടും ക്രൂരതയുടെ മുഴുവൻ അടയാളമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. മെയ് 1-ന് 27-ാം ജന്മദിനം ആഘോഷിച്ച ശേഷം ഹിമാൻഷിക്കൊപ്പം കൊച്ചിയിലേക്ക് മടങ്ങാനായിരുന്നു വിനയ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇനി അതൊക്കെ ദിവസങ്ങളുടെ മാത്രം ആയുസ്സുണ്ടായിരുന്ന സ്വപ്നങ്ങളാണ്. പക്ഷേ ഹിമാൻഷിയെ കൂട്ടാതെ വിനയ് ഒറ്റയ്ക്ക് മടങ്ങുമ്പോൾ രാജ്യം മുഴുവൻ ഇന്ന് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. We should all be proud of him in every way. In every way. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരാക്രമണം നടന്ന ബൈസരൺ സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച അമിത്ഷാ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് അമിത്ഷാ പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ആക്രമണം നടത്തിയവരും ആസൂത്രകരും ശിക്ഷിക്കപ്പെടുമെന്നും ഉടൻ തന്നെ നിങ്ങൾക്ക് ദൃഢമായ പ്രതികരണങ്ങൾ കാണാൻ കഴിയുമെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. हम सभी गहरे शोक और दर्द में हैं। सबसे पहले मैं उन सभी परिवारों के प्रति अपनी गहरी संवेदना व्यक्त करता हूं जिन्होंने अपने प्रियजनों को खोया है। इस दुखद समय में
दिवंगत आत्माओं की शांति के लिए मैं परमात्मा से प्रार्थना करता हूं। यहां मैं भारत के दृढ़ संकल्प को दोहराना चाहूंगा कि टेररिज्म के खिलाफ हमारी जीरो टॉलरेंस की पॉलिसी है। भारत का एक एक नागरिक इस कायरतापूर्ण हरकत के खिलाफ एकजुट है। मैं इस मंच से देशवासियों को आश्वस्त करता हूं, घटना के मद्देनजर भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा। സൈനിക വേഷത്തിലെത്തി കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പഹൽഗാമിലെ ആക്രമണം. സുരക്ഷാ സേനയ്ക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ടൂറിസ്റ്റുകൾ ഏറെയെത്തുന്ന ബൈസരൺ തെരഞ്ഞെടുത്തത്. പതിവ് പോലെ ഒരു സാധാരണ ദിവസമായിരുന്നു ബൈസാരണിൽ ഇന്നലെ ഉച്ചവരെ. വനത്താൽ ചുറ്റപ്പെട്ട ഈ പുൽമേട്ടിൽ 1000-ലധികം സഞ്ചാരികൾ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഉച്ചയായതോടെ തിരക്ക് കൂടി. മിനി സ്വിറ്റ്സർലൻഡിലേക്ക് അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു അവരെല്ലാം. आतंकवादियों का हम लोग बाल बचे हैं। പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. 2:30യോടെ വനമേഖലയിൽ നിന്ന് 5-6 പേരടങ്ങുന്ന സംഘം പുൽമേട്ടിലേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും ഒരുപോലെ സൈനിക വേഷത്തിൽ. സഞ്ചാരികളോട് പേര് ചോദിച്ച ഭീകരർ ആക്രമണം തുടങ്ങി. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. ടെന്റിൽ ഒളിച്ചവരെ പുറത്തിറക്കി വെടിവെച്ചു. പോയിന്റ് ബ്ലാങ്കിലായിരുന്നു പലരെയും നിറയൊഴിച്ചത്. ഭക്ഷണം കഴിക്കുന്നവരെയും വെറുതെ വിട്ടില്ല. उमर 20 മിനിറ്റോളം നീണ്ട ആക്രമണത്തിൽ തലങ്ങും വിലങ്ങും വെടിവെച്ചു. വിവരമറിഞ്ഞ് സുരക്ഷാ സേന സ്ഥലത്തെത്തിയപ്പോൾ രക്ഷിക്കാനെത്തിയവരാണോ ശിക്ഷിക്കാനെത്തിയവരാണോ എന്ന സംശയമായിരുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ നടത്തിയ കൊടും ക്രൂരതയുടെ ആഘാതത്തിലായിരുന്നു അവർ. आपकी सेफ्टी के लिए आए हैं, बैठो 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 बैठो, आपकी सेफ्टी के लिए आए हैं। हम इंडियन आर्मी हैं, बैठो। ये इंडियन आर्मी आप लोग कहाँ से आए हो? कहाँ से आए आप लोग? आपके बच्चे कुछ नहीं करेंगे, थोड़ा बताइए हुआ। കൺമുന്നിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് എളുപ്പമാകില്ല ഈ ആഘാതത്തിൽ നിന്ന് മോചിതരാകാൻ. എന്നാൽ കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകുകയാണ് രാജ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിരവധി പ്രതിഷേധ റാലികളാണ് താഴ്വരയിൽ അരങ്ങേറുന്നത്. ഇന്ത്യൻ പതാകകളുമായി തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ പാകിസ്ഥാൻ പതാക കത്തിച്ചു. കലുഷിതമായ പതിറ്റാണ്ടുകൾ പിന്നിട്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷത്തിലായ കശ്മീരിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയത്താണ് ഇന്നലത്തെ ഭീകരാക്രമണം. വീണ്ടും അശാന്തിയുടെ നാളുകൾ വരുമോ എന്ന ഭീതിയിലാണ് താഴ്വരയിലെ ജനങ്ങൾ. വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധവുമായി അതുകൊണ്ട് തന്നെ സാധാരണക്കാരടക്കം തെരുവിലിറങ്ങി. BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ പ്രതിഷേധിക്കാനെത്തി. കൊല്ലപ്പെട്ടവർക്ക് രാജ്യവും പ്രധാനമന്ത്രിയും നീതി നേടിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ദോഗ്ര ഫ്രണ്ടിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ആഹ്വാനം ചെയ്ത ബന്ദ് ജമ്മുകശ്മീരിൽ പൂർണ്ണമാണ്. 35 വർഷത്തിനിടെ ഇതാദ്യമായാണ് താഴ്വരയിൽ പൂർണ്ണമായ ബന്ദ് ആചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെത്തി ന്യൂസ് 18 വാർത്താ സംഘം ഇഷാൻ വാനയുടെ നേതൃത്വത്തിലെ സംഘമാണ് ബൈസറൻ വാലിയിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം കഴിഞ്ഞ് ഭീകരർ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന വനാന്തർ ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. This is the route to Baisaran, and this is actually no route at all. It's muddy, there are big boulders, and it's difficult to even walk on these. Even if I wore a normal shoes, it would be impossible to come here. It's muddy, look at the water that's flowing, and this is how difficult it would have been to bring down any injured or any survivors or those who were there at that time. You know, possibly the cells dropped by one of those tourists who came here. There are water bottles, there are shoes everywhere. Wherever you look, they have ran into panic because there were massive firing that took place, not less than a massacre. Whoever came in their way, they shot and killed them. Where is the road? Imagine how difficult. For at least 3-4 kilometers, they went up and down to go to that place, and beauty of this place might mesmerize you, but yesterday's visuals are scariest to understand that what happened here. Generally, tourists take pony and come here for leisure, but everywhere you look, there are marks and signs of the disaster that happened yesterday, and something which was unexpected. Look how I have to walk through these steep and jump into certain places. There were rains that have further dampened the condition of this particular route. It's a trek generally taken by several tourists. They use ponies, as I said. It might be beautiful, but scariest of scenes were witnessed yesterday here on this difficult terrain to reach where the carnage took place yesterday, where 26 tourists were killed and more than a dozen injured when they opened indiscriminate fire at them. With Bashir Lone in Baisaran, Ishan Wani for CNN News 18. കശ്മീർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശിയൻ രാമചന്ദ്രന്റെ വിയോഗത്തിന്റെ നടുക്കത്തിലാണ് നാട്. കുടുംബവുമൊത്ത് വിനോദയാത്രയ്ക്കായി എത്തിയതിനിടയിലായിരുന്നു മരണം. മൃതദേഹം ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തിക്കും. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതത്തിലായിരുന്നു രാമചന്ദ്രൻ. ചെറുപ്പം മുതൽ RSS പ്രവർത്തനം, നാട്ടിലും അമ്പലത്തിലുമടക്കം പൊതുപ്രവർത്തന രംഗത്ത് സജീവം. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇതല്ലേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വാക്കുകളില്ല പറയാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അതുപോലെ ഒരു വീട് പോലെ ഒരു കുടുംബവും അമ്പലങ്ങളും കാര്യങ്ങളും പാർട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരാളാണ്. വാക്കുകൾ വരുന്നില്ല. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും എന്തിനും എപ്പോഴും ഓടിയെത്തി നല്ലൊരു ധൈര്യശാലി കൂടിയായിരുന്നു പുള്ളി. എന്തിനും എന്ത് പറയാം. ഒരുപാട് വർഷത്തെ അടുപ്പമാണ്. പഴയ ഇടപ്പള്ളിക്കാരാണ് അവരൊക്കെ. ഞങ്ങൾ ബന്ധുക്കളുമാണ്. രാമചന്ദ്രൻ ചേട്ടൻ കുറേ നാളിവിടെ സ്വന്തമായിട്ടൊരു കടയൻ സംവിധാനമൊക്കെ നടത്തിയിരുന്നു. പിന്നെ അത് നിർത്തിയിട്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം ഒരു 2 വർഷമായുള്ളൂ അദ്ദേഹം തിരിച്ചു വന്നിട്ട്. ഒരു സഹോദരനും ഒരു സഹോദരിയാണ് രാമചേട്ടനുള്ളത്. അവർ രണ്ടുപേരും മൂത്തതാണ്. രാമചേട്ടനാണ് ഇളയത്. ഞങ്ങൾ രാമചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ദുബായിൽ നിന്നും അവധി ആഘോഷിക്കാൻ രാമചന്ദ്രന്റെ മകൾ ആരതിയും കുട്ടികളും നാട്ടിലെത്തിയത് കഴിഞ്ഞയാഴ്ച. രാമചന്ദ്രനും ഭാര്യ ഷീലയും മകളും പേരക്കുട്ടികളും തിങ്കളാഴ്ചയാണ് ഹൈദരാബാദ് വഴി കശ്മീരിലേക്ക് പോയത്. ഇന്നലെ ഉച്ചയോടെ പഹൽഗാവിലെത്തി. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടായതിനാൽ ഭാര്യ ഒപ്പം പോയിരുന്നില്ല. ഒടുവിൽ മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ച് 67കാരന് നേരെ ഭീകരർ നിറയൊഴിച്ചു. വാർത്ത കേട്ട നടുക്കത്തിലാണ് കുടുംബവും നാട്ടുകാരും. ഇന്ന് വൈകിട്ട് 7:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങും. ഇന്നും നാളെയും സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ 9 വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം. 9:30 വീട്ടിലെത്തിച്ച് മതപരമായ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. ന്യൂസ് 18 കൊച്ചി. ഇടവേള. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് ഘോഷയാത്രയായി എത്തിച്ചു. കർദിനാൾമാർ, മറ്റു പുരോഹിതന്മാർ, സ്വിസ് ഗാർഡുകൾ എന്നിവർ ഘോഷയാത്രയിൽ അകമ്പടി സേവിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മണിമുഴക്കിയും പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുമാണ് ഭൗതിക ശരീര ഘോഷയാത്രയെ സ്വീകരിച്ചത്. പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് ശേഷം അന്തിമോപചാരം അർപ്പിക്കാൻ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കും.
സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച രാവിലെ തിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഉക്രൈനിലെ വ്ളാഡിമിർ സെലൻസ്കി, ബ്രിട്ടനിലെ രാജകുമാരൻ വില്യം എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനിടെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാരെല്ലാം റോമിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അമിത് ഒറാങ് പിടിയിൽ. പ്രതി കുറ്റം സമ്മതിച്ചു. തൃശൂർ മാളയിലെ കോഴിഫാമിൽ സഹോദരനൊപ്പമാണ് അമിത് കഴിഞ്ഞിരുന്നത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഫോണുമായി കടന്ന പ്രതി ഇടയ്ക്ക് ഫോൺ ഓൺ ചെയ്തതാണ് വഴിത്തിരിവായത്. സംഭവത്തിൽ CBI സംഘവും കോട്ടയത്ത് പരിശോധന തുടരുകയാണ്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ CCTVയുടെ DVR അടക്കം മോഷ്ടിച്ച് ബുദ്ധി കാണിച്ച പ്രതി പക്ഷെ മണ്ടത്തരങ്ങളും ഏറെ കാണിച്ചു. ഇതാണ് വളരെ വേഗത്തിൽ പോലീസിന്റെ വലയിലായത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഫോണുമായി കടന്ന ശേഷം ഇടയ്ക്ക് ഇത് ഓൺ ചെയ്ത് ഗൂഗിളിൽ നിന്നും കോണ്ടാക്ട് അടക്കം മാറ്റാൻ ശ്രമിച്ചു. ഇതോടെ പെരുമ്പാവൂരിൽ ആദ്യ ടവർ ലൊക്കേഷൻ കാണിച്ചു. രാത്രി മുഴുവൻ പ്രതിയെ ട്രാക്ക് ചെയ്ത പോലീസ് ഒടുവിൽ മാള മേലടൂരിലെ കോഴിഫാമിന്റെ കെട്ടിടത്തിൽ നിന്നും പിടികൂടുകയായിരുന്നു. സഹോദരൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് പ്രതി നേരെ ഇവിടെ എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നമുക്ക് രാത്രിയോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് ലൊക്കേഷൻ കിട്ടിയത്. പിന്നീട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള അയാൾ ഇന്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി. രാത്രിയോടുകൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം ഇവിടെ നിന്ന് രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു. രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി. നമ്മളവിടെ ചെന്ന് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിക്കൊപ്പം സഹോദരനെയും പോലീസ് കരുതൽ തടങ്കലായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ മോഷണ കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിനിറക്കിയ വൈക്കം സ്വദേശികളായ 2 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തു പോയിരുന്നു. അപ്പോൾ ഈ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിൻ്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിന്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്തരം ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംഷൻ. ആളെ നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. കൊലപാതകം നടത്താനായി 3 ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ അന്ന് രാത്രി 10 മണിക്ക് പ്രതി ഇറങ്ങിപ്പോകുന്നതും പുലർച്ചെ 4:15 കാൽനടയായി മടങ്ങിയെത്തുന്നതും ലോഡ്ജിന്റെ CCTVയിൽ കാണാം. മടങ്ങിയെത്തുമ്പോൾ പ്രതിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആയുധത്തിലടക്കമുള്ള വിരലടയാളങ്ങളാണ് പ്രതി അമിത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നിർണായകമായത്. വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന CBI സംഘം ഇന്നും കോട്ടയത്ത് പരിശോധന നടത്തി. DVSP ഓഫീസിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഓഫീസിലും എത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇരട്ടക്കൊലയും മകന്റെ കൊലപാതകവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. G. ശ്രീജിത്ത്, News 18 കോട്ടയം. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കൃത്യം നടന്ന വീടിന് സമീപത്തുള്ള തോട്ടിൽ നടത്തിയ പരിശോധനയിൽ DVR കണ്ടെത്തി. വീട്ടിലെ CCTVയുടെ DVR തോട്ടിലെറിഞ്ഞെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. G. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 3 ഇടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിന് സമീപത്തുള്ള തോട്ടിൽ DVR എറിഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. DVR കണ്ടെത്തുന്നു. തുടർന്ന് ഇതിന് ഏതാണ്ടൊരു 1/2 കിലോമീറ്റർ അപ്പുറമുള്ള അർത്തുട്ടി പാലത്തിന് താഴേക്കാണ് 2 മൊബൈൽ ഫോണുകൾ, ഇയാളുടേതടക്കമുള്ള മൊബൈൽ ഫോണുകൾ ഇയാൾ ഉപേക്ഷിച്ചതായി വിവരം നൽകിയിരുന്നു. ഈ 2 മൊബൈൽ ഫോണുകളും ഇവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇതിനുശേഷമാണ് പോലീസ് സംഘം പ്രതിയുമായി കൃത്യം നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. എങ്ങനെയൊക്കെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്, ഏത് രീതിയിലാണ് കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി യാതൊരു കൂസലുമില്ലാതെ പ്രതി അമിത് ഒറാങ് വിശദീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ തോട്ടിൽ അടക്കം ഈ DVR അടക്കം വലിച്ചെറിഞ്ഞ സ്ഥലത്തെ കാഴ്ചകളും സമാനം തന്നെയായിരുന്നു. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. പ്രതിയെ വളരെ വേഗത്തിൽ ഈ കൊലപാതക വിവരം അറിഞ്ഞ് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്താനാകുന്നു. തെളിവെടുപ്പുകൾ പൂർത്തിയാക്കുന്നു. അങ്ങനെ വളരെ വേഗം മുന്നോട്ട് പോവുകയാണ് അന്വേഷണം എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും
പരമാവധി തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലോഡ്ജ് ഉൾപ്പെടെ ഇയാൾ താമസിച്ച ലോഡ്ജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഒരുപക്ഷെ തെളിവെടുപ്പ് നടത്തിയേക്കും. പക്ഷേ പ്രധാനപ്പെട്ട തെളിവെടുപ്പുകളെല്ലാം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. തെളിവുകളടക്കം ലഭിച്ചിരിക്കുന്നു പോലീസിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്നും പ്രതിയുമായി പോലീസ് സംഘം മടങ്ങിയിട്ടുണ്ട്. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചാലിശ്ശേരിയിൽ നിന്നും കാണാതായ വയോധികരായ സഹോദരിമാരെ കണ്ടെത്തി. ചാലിശ്ശേരി സ്വദേശികളായ അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെ തിരുപ്പതിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഗുരുവായൂരിലേക്ക് പോയ ഇവരെ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പോലീസും ബന്ധുക്കളും. തുടർന്ന് CCTV പരിശോധനയിലാണ് ഇരുവരെയും തിരുപ്പതിയിൽ കണ്ടെത്തിയത്. എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറിയാകും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ശാരദാ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കുന്നതോടെയാണ് എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറിയാകുക. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ധനസെക്രട്ടറി കൂടിയായ എ ജയതിലക് സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ്. എ ജയതിലക് 2026 ജൂൺ വരെ ജയതിലകിന് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് തുടരാം. മുന്നണി പ്രവേശനം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ PV അൻവർ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. അൻവർ കോൺഗ്രസുമായും UDF-ഉമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ഇതിന് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. മുന്നണിയിൽ ചർച്ച ചെയ്താകും അന്തിമ തീരുമാനം. അതേസമയം തൃണമൂൽ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് UDF-ന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ PV അൻവർ തള്ളി. മുന്നണി പ്രവേശനത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ വെച്ചായിരുന്നു PV അൻവറുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ച. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമാക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ അൻവറിനോട് വിശദീകരിച്ചതായാണ് സൂചന. തുടർന്നാണ് UDF-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്നും എന്നാൽ ചില ഉപാധികളുണ്ടെന്നും അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത്. ഇക്കാര്യങ്ങളിൽ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഞങ്ങള് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളതിന്റെ രീതി ഏതാണ്, എങ്ങനെ വേണം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. സഹകരിച്ച് പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. മുന്നണി പ്രവേശനത്തിൽ തനിച്ച് തീരുമാനമെടുക്കാനാവില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. തീരുമാനം ആക്കലുണ്ട്, അങ്ങനെയുണ്ട്. ഒരു ഇടിമിന്നലും പോലെ ഇതൊരു രാഷ്ട്രീയല്ലേ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുമോ തീരുമാനം? അത് UDF-ആയിട്ട് ആലോചിച്ചാലേ പറയാൻ കഴിയും. പറയാനുള്ളതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആരായാലും പൂർണ്ണ പിന്തുണ നൽകുമെന്നും PV അൻവർ. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നത് തന്റെ ആഗ്രഹം മാത്രമായിരുന്നെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ആഗ്രഹങ്ങൾ ലോകത്തെല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ആഗ്രഹം, അതുപോലെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല. എല്ലാ ആഗ്രഹവും നടക്കുമോ? സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്കേ കടന്നിട്ടില്ല. നിങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ടതല്ലേ. ഒരു പ്രാവശ്യം വന്ന് ഞാൻ സൂചിപ്പിച്ച എന്താ ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് പറഞ്ഞു. ഇറ്റ് ഈസ് ഓൺലി എ റിക്വസ്റ്റ്. മനസ്സിലായില്ലേ? അത് റിക്വസ്റ്റ് ആർക്കും നടത്താം, അത് കഴിഞ്ഞുപോയി. അൻവർ മുമ്പോട്ട് വെച്ച ഉപാധികൾ അടുത്ത ദിവസം ചേരുന്ന KPCC യോഗത്തിൽ ചർച്ചയാകും. തുടർന്ന് UDF-ലെ പ്രധാന ഘടകകക്ഷികളുമായും ചർച്ച ചെയ്താകും മുന്നണി പ്രവേശനത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിലെ വയനാട് ജില്ലാ അവലോകന യോഗത്തിൽ നിറഞ്ഞു നിന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. ലോകത്തിന് മാതൃകയാകാൻ പോകുന്ന ടൗൺഷിപ്പ് വയനാട്ടിൽ ഉയരാൻ പോവുകയാണെന്ന് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. സാങ്കേതികവിദ്യയിലും നിക്ഷേപ സമാഹരണത്തിലും ഊന്നിയുള്ള സംഗമങ്ങൾ വയനാട്ടിൽ നടത്തുന്നത് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പ്രമുഖരും സാധാരണക്കാരുമായി നിരവധി പേർ യോഗത്തിനെത്തി. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല നിലപാട് ലഭിച്ചതോടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള പുനരധിവാസത്തിന്റെ എല്ലാ കടമ്പകളും കടന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തബാധിതർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്തുന്ന ടൗൺഷിപ്പാവും നിലവിൽ വരികയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സഹായധനം നൽകി ഒറ്റയൊറ്റ ആളുകൾക്ക് ഒറ്റയൊറ്റ കുടുംബത്തിന് സഹായധനം നൽകലല്ല, ആ സമൂഹത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ തങ്ങളുടെ അയൽപക്ക ബന്ധവും സാമൂഹ്യ ജീവിതവും തുടരാൻ പറ്റണം എന്ന് കണ്ട
അതേ നില നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാനാവണം. അങ്ങനെയാണ് ടൗൺഷിപ്പ് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. മേപ്പാടി പരൂർക്കുന്നിൽ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി പട്ടികവർഗ സംരക്ഷണ വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രിമാരായ OR കേളു, AK ശശീന്ദ്രൻ, V അബ്ദുൾ റഹീം, അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക്, ജില്ലാ കളക്ടർ DR മേഘശ്രീ എന്നിവരടക്കം ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തിൽ പങ്കെടുത്ത സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖർ മെച്ചപ്പെട്ട ഭരണത്തിനായുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആവേശകരമായ അനുഭവം എന്നായിരുന്നു ക്രിക്കറ്റ് താരം സജ്ന സജീവിന്റെ വാക്കുകൾ. ആവർത്തിച്ചുണ്ടാവുന്ന ദുരന്തങ്ങളുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രഥമ പരിഗണന വയനാട് അർഹിക്കുന്നതായി സജ്ന പറഞ്ഞു. കുറച്ചു മാസങ്ങളായി വന്യജീവി പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ എത്രത്തോളം നമ്മള് എന്താ പറയാ അതിന് ഇനീഷ്യേറ്റീവ് എടുത്താലും ഇതിനും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. സോ സമയം വൈകുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. എന്നിരുന്നാലും ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കാണിച്ച മനസ്സും പിന്നെ അതിന്റെ നമ്മളുടെ ഒരു ഭൂപ്രകൃതി കാര്യങ്ങളൊക്കെ അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വന്യജീവി സംരക്ഷണത്തിൽ കയറി ഇങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് വരുന്നതിന്. സോ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ സെറ്റാക്കിയാൽ കൂടെ അതെല്ലാം ആനയായാലും എല്ലാം മറികടന്ന് വരുന്നുണ്ട്. സോ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇതിനൊക്കെ ഒരു റിസൾട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഭരണാധികാരികൾ ജനങ്ങളെ കേൾക്കുന്നത് ഭരണം മെച്ചപ്പെടുത്താൻ സഹായകരമെന്ന് പത്മശ്രീ ജേതാവ് പെരുവയൽ രാമൻ. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജീവിക്കുന്ന ആളുകളുടെ വിഷമങ്ങളും ദുരിതങ്ങളും അവർ അറിയേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അതിന് അങ്ങനെ കൊടുത്താൽ മാത്രമേ സർക്കാരിന് ഭരണം മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പം അതിന്റെ ഒരു ഭരണം മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്ന വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് 4ാം വാർഷികം ആഘോഷിക്കുക എന്ന് കാണുന്നത്. അല്ലാണ്ട് അതുകൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. ഉദ്യോഗതലത്തിലല്ലെങ്കിലും പൊതുജനങ്ങളിൽ നിന്നും നേരിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് എടുക്കാനും കഴിയും. അത് വെച്ചുകൊണ്ട് അവർക്ക് ഇനിയും ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഏതായാലും നല്ല പരിപാടിയാണ് അത്. വിവിധ പദ്ധതികളിലായി വീടും ഉപജീവന മാർഗങ്ങളും നൽകിയ പിണറായി സർക്കാരിന് നന്ദി അറിയിക്കാനായി യോഗത്തിൽ പങ്കെടുത്തവരുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭവനമില്ലാതെ ഒക്കെ കഷ്ടപ്പെട്ട് വരുന്നതായിരുന്നു. എന്നെക്കൊണ്ട് ഞാൻ ഏകസ്ഥയാണ്. ബാത്റൂമിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വീടില്ലാതെ 7 വർഷം വരെ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിലാണ് കിടന്നത്. കഴിഞ്ഞ് ഇപ്പോഴും സെല്ല് 4 ലക്ഷം രൂപ കിട്ടി. അത് ഞാൻ ചെറിയൊരു വീട് പണിതു. പക്ഷെ താമസിച്ചില്ല. താമസം തുടങ്ങാൻ 10 താമസിയാതെ തുടങ്ങും. പക്ഷെ പിന്നെ എനിക്ക് ഉപജീവന മാർഗത്തിന് ഒരു പെട്ടിക്കടയും കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാര് പഞ്ചായത്ത് ഭരിച്ചപ്പോ എനിക്ക് പൊട്ടിപ്പൊളിഞ്ഞ വീടിന് വേണ്ടി ഞാൻ എല്ലാവരും ഗ്രാമസഭയിൽ പോകുമ്പോൾ ഞാൻ കരയും. എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ ലൈഫ് പദ്ധതിയിൽ വന്നപ്പോ 3ാമത്തെ ആള് ഞാന് ഉഷാറായി ഞാനൊരു വീടെടുത്തു. വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. എനിക്ക് സന്തോഷമായി. ഇന്നലെയൊന്നും മരിക്കുകയും ചെയ്യാം. സർക്കാർ വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് പ്രമുഖരായ കലാകാരന്മാരെ അണിനിരക്കുന്ന വിവിധ പരിപാടികളും അരങ്ങേറും. ന്യൂസ് 18 വയനാട്. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തിരക്കേറുന്നു. ഇന്നലെ കാസർഗോഡ് ആരംഭിച്ച മേളയിൽ ഡിജിറ്റൽ സർവേ പാഠങ്ങളുമായി സർവേ ഭൂരേഖ വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ സർവേ മേഖലയിലെ വെല്ലുവിളികളും നേട്ടങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ അവതരിപ്പിച്ചത്. അതേസമയം വരുന്ന 30 ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കും. 2ാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് കേരളത്തിലുടനീളം എന്റെ കേരളം പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും മേളയും കാസർഗോഡ് കാലിക്കട്ട് മിനി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനമടക്കം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യ സർക്കാരിന് നേതൃത്വം നൽകിയ സഖാവ് EMS തെരഞ്ഞെടുക്കപ്പെട്ടത് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത EMS മത്സരിച്ച മണ്ണിൽ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണെന്ന് പിണറായി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ 18 മാസം കുടിശ്ശിക 2016 ഈ കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുക. ഇപ്പോഴേ 1600 60 ലക്ഷം പേർക്ക്. ഇതെല്ലാമല്ലേ നാടിന്റെ അനുഭവം. മേളയുടെ ഭാഗമായി സർവേ ഭൂരേഖ വകുപ്പ് ഡിജിറ്റൽ സർവേ മേഖലയിലെ വെല്ലുവിളികളും നേട്ടങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു.
ഡിജിറ്റൽ സർവേ രംഗത്ത് രാജ്യത്ത് തന്നെ അഭിമാനകരമായ നേട്ടമാണ് കാസർഗോഡ് ജില്ല കൈവരിച്ചിരിക്കുന്നതെന്ന് ADM P. അഖിൽ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ 129 വില്ലേജുകളിൽ 39 വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ചെന്നും 30 എണ്ണത്തിൽ പൂർത്തിയാക്കിയെന്നും ഇത് ജില്ലയുടെ സ്വപ്ന പദ്ധതിയാണെന്നും ADM പറഞ്ഞു. കുജാറുള്ളവാർ വില്ലേജിൽ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. റവന്യൂ ഭരണത്തിന് രേഖകൾ കൈമാറിയതിന്റെ അതുപോലെ 30% വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു എന്നുള്ളത് നമ്മൾ മറ്റ് ജില്ലകളെക്കാൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു നേട്ടമാണ്. 2022 തുടക്കമിട്ട ഡിജിറ്റൽ സർവേ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 1550 വില്ലേജുകളിലാണ് ഡിജിറ്റൽ സർവേ നടത്താൻ തീരുമാനിച്ചത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയിലൂടെ സർവേ നടത്തി രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സർവേ പൂർത്തിയായാൽ ഭൂവുടമയ്ക്ക് വിരൽത്തുമ്പിൽ ഭൂരേഖകൾ ലഭ്യമാകും. ഒപ്പം ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയും തിട്ടപ്പെടുത്താനാവും. ആദ്യ 6 മാസത്തിൽ 200 വില്ലേജുകൾ എന്ന രീതിയിൽ 4 വർഷം കൊണ്ട് സർവേ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. നേരത്തെ 1924-34 കാലഘട്ടങ്ങളിൽ മലബാർ പ്രദേശത്ത് അന്ന് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തീർപ്പാക്കൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഭൂമി അളവും കാര്യങ്ങളൊക്കെ നടത്തി. തിരുവിതാംകൂർ ഭാഗത്താണെങ്കിൽ 1886 തന്നെ തുടങ്ങി 1911 അവസാനിക്കുന്ന രീതിയിലേക്ക് ആ മേഖലയിലും സർവേ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പടന്നക്കാടായിരുന്നു ക്ഷണിക്കപ്പെട്ട 500 പേരുമായി മുഖ്യമന്ത്രിയുടെ സംവാദം നടന്നത്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, വ്യവസായ പ്രമുഖർ, സാമുദായിക നേതാക്കൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. മെയ് 23 വരെയാണ് സർക്കാർ വാർഷികാഘോഷം. ന്യൂസ് 18 കാസർഗോഡ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പും KP അഭിലാഷും ചേരും. നമസ്കാരം.